ഹായ് ഹലോ എല്ലാവർക്കും എബീസ് വേൾഡിൻ്റെ ന്യൂ ഇയർ ദിന ആശംസകൾ. അപ്പോൾ ന്യൂ ഇയർ രാവിലെ തന്നെ 6 മണിക്കായിരുന്നു കേട്ടോ ഞങ്ങളുടെ പള്ളിയിൽ ആരാധന. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ചേട്ടനും എബിയും കൂടെ പോയായിരുന്നു. 6:30 മണിക്കായിരുന്നു കേട്ടോ. ആ സമയത്ത് പള്ളിയിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയിൽ പോയ സമയത്തിന് ആരാധന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാധനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവർക്ക് ആദ്യം ഒന്നും വെച്ച് കൊടുക്കുന്നില്ല, കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് വെച്ച് കൊടുക്കുന്നില്ല. കടയിൽ പോയി വാങ്ങി എന്തെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് കടയിൽ പോയി കഴിക്കാം എന്നൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ എന്തോ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പിന്നെ എങ്ങനെയാണ് അവരുടെ അടുത്ത് കടയിലൊക്കെ പോയി കഴിക്കാൻ പറഞ്ഞത് എനിക്കത് മനസ്സിലായിട്ടില്ല. പള്ളിയിൽ നിന്ന സമയത്ത് തൊട്ടേ എനിക്ക് തന്നെ എന്തോ പോലെ ആയിരുന്നു കേട്ടോ. അതാ കണ്ടോ 6 ചെരുപ്പ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ടോ. അപ്പോൾ 6 പേരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. എല്ലാം ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ ആരൊക്കെയാണെന്ന്. അപ്പോൾ അവരൊക്കെ വന്നു. ഞങ്ങൾ പള്ളിയിൽ പോയി വന്ന ഉടൻ തന്നെ ഇതാ എൻ്റെ അടുത്ത ജോലിയിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ രാവിലെ പോകുന്നതിന് മുന്നേ തന്നെ ചോറൊക്കെ വെച്ചിട്ടാണ് പോയത്. അത് തലേ ദിവസം തന്നെ നന്നായിട്ട് തിളപ്പിച്ച് ചാക്സിൽ ഇറക്കി വെച്ചു. പള്ളി പോകുന്ന നേരത്ത് തന്നെ അടുപ്പത്ത് നല്ല തീയിലാണ് ഇട്ടിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ചോറ് പകുതിയോളം വെന്ത് കിടന്നു. പിന്നെ വന്നതിന് ശേഷം ഒരിക്കൽ കൂടെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് ഞാനും ചേട്ടനും കുറച്ച് നേരം നമ്മുടെ ന്യൂ ഇയർ അല്ലേ, അപ്പോൾ ന്യൂ ഇയറിന് എല്ലാവരും വിഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വിഷ് ചെയ്യാനൊക്കെ സമയം കൊണ്ട് അടുത്തും വെന്തതിന് ശേഷം കഞ്ഞിയൊന്ന് വാർത്ത് വെച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് മറ്റേ 3 കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇത്രയും പേർക്ക് വെക്കാൻ ഒരുപാട് നേരം നിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് തീരണമെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മാത്രമേ തീരത്തുള്ളൂ. അതുകൊണ്ട് 3 കല്ല്, 2 ഗ്യാസിലും 1 ഇൻഡക്ഷനിലുമായിട്ട് ഞാൻ അങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ ചേട്ടൻ എനിക്ക് കറി മുട്ടക്കറിയാണ് വെച്ചത് കേട്ടോ. അപ്പം മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ചേട്ടൻ ചെയ്തു തന്നു. 2 ത്തിലാണ് ഞാനിപ്പോൾ ദോശ വയ്ക്കുന്നത്, കാരണം അത് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ മുട്ടക്കറിക്കുള്ളത് ഞാൻ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ അരിഞ്ഞെല്ലാം തന്നതിന് ശേഷം ചേട്ടൻ്റെ ഫ്രണ്ട്സിനൊക്കെ ന്യൂ ഇയർ ആഘോഷം പറയാനായിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ അതാ എൻ്റെ വീട്ടിൽ വന്നിരുന്ന ഒരാളാണ് ആ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം എൻ്റെ അടുക്കള ജോലിയെല്ലാം രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം സാമ്പാർ ഞാൻ തലേ ദിവസം തന്നെ സാമ്പാർ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവർക്ക് അങ്ങനെ ഇവർ പുറത്തുനിന്ന് കഴിച്ചോളാം, നിനക്ക് വയ്യാത്തതല്ലേ വെക്കേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ സാമ്പാറാക്കി വെച്ചായിരുന്നു. ദോശ മാത്രം വന്നിട്ട് വെച്ചാൽ മതിയല്ലോ, അങ്ങനെ കരുതിയിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ എനിക്കെന്തോ മനസ്സ് കേട്ടില്ല. നമ്മളെ വീട്ടിലോട്ട് 2-3 വർഷമായിട്ട് അവർ വരുന്നുണ്ട്. വരുമ്പോഴൊക്കെയും ഞാൻ തന്നെയാണ് അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷവും ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കെന്തോ മനസ്സ് കേട്ടില്ല. അങ്ങനെ ഞാൻ തന്നെ അവർക്കെല്ലാവർക്കും ദോശയും മുട്ടക്കറിയും സാമ്പാറും ഒക്കെ ആയിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എബി കഴിച്ചതിന് ശേഷം ഞാൻ അവർക്ക് കൂടെ എടുത്ത് ഫുഡുകളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവർ നന്നായിട്ട് താമസിച്ചാണ് എണീറ്റത്. അവർ ചായ കുടിക്കുന്ന നേരത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. അവർ നല്ല ലേറ്റായിട്ടാണ് അവർ വന്നിട്ടാണ് അവർ കഴിച്ചിട്ടാണ് അവർ കിടന്നത്. അതുകൊണ്ട് പതിയെ മതിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ പതിവ് പോലെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പം ദോശ മാത്രമല്ല മുട്ടയും കൂടി അങ്ങ് എടുത്തോന്ന് പറഞ്ഞ് എൻ്റെ നിന്ന് എടുത്തതാണ്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും കഴിച്ചു, അവരും കഴിച്ചതിന് ശേഷം അവരടുത്ത് പൂവാറ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പൂവാറ് പോകാൻ വേണ്ടിയിട്ട് അടുത്ത കാറിലോട്ട് കയറുകയാണ്. അപ്പോൾ വൈകുന്നേരത്ത് അവർ കോവളത്ത് വരും. പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് പോകണം. കുറേ നാളായി കോവളത്ത് പോയിട്ട്, കുറേ മാസങ്ങളായി കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ, എങ്കിൽ പോലും മാസങ്ങളായി ഞങ്ങളൊന്ന് അങ്ങോട്ടൊക്കെ പോയിട്ട്. കല്യാണ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കോവളത്തോട്ട് പോകും എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചത് ഞാനാണ്. ഇപ്പം മാസത്തിലൊരിക്കൽ പോലും കോവളത്തോട്ടൊന്നും പോകാറില്ല കേട്ടോ. അങ്ങനെയാണ് അതിവിടെ ഈ തൊട്ടടുത്തുള്ള എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. ആരും അങ്ങനെ അധികമൊന്നും കോവളത്തോട്ട് പോകാറില്ല. വല്ലപ്പോഴൊക്കെ ആയിരിക്കും പോകുന്നത്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞു കേട്ടതുപോലെയാണ് ഇവിടുത്തെ ആൾക്കാർ കേട്ടോ. അങ്ങനെ അവരിനെ അടുത്ത് പോവുകയാണ്. പിന്നെ ഞാൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ അടുക്കളയിലെ കുറച്ച് ജോലികളെല്ലാം തീർത്തു, ഫുഡൊക്കെ കഴിച്ചു. എബി അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കളിക്കാൻ പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ഞാനും ചേട്ടനും ബൈക്കിലും അശ്വിനും എബിയും കൂടെ ബസ്സിലാണ്. അശ്വിനി ഒറ്റയ്ക്കായതുകൊണ്ട് എബിയും കൂടെ അവളുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീനയും സുമോദേട്ടനും സ്പോട്ടിലെത്തിയിട്ടുണ്ട്. പോവുകയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം വരെ അശ്വിനിയും എബിയും വെയിറ്റ് ചെയ്തു, ബസ് സ്റ്റോപ്പിൽ നിന്നു. ബസ്സില്ലെങ്കിൽ എന്നെ കൊണ്ടാക്കിയിട്ട് പിന്നെ സുമോദേട്ടനും ചേട്ടനും കൂടെ വന്നിട്ട് ഇവരെ കൂടെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട്. പക്ഷേ നമ്മൾ കുറച്ച് നേരം ഇരുന്ന സമയത്തിന് ബസ് വന്നു. അവർ ബസ്സിലോട്ട് കയറി.
നമ്മൾ പിന്നെ യാത്ര പുറപ്പെട്ടു കേട്ടോ. നമ്മൾ വന്നത് അശ്വതി പെരിങ്ങമല തിയേറ്ററിലാണ് കേട്ടോ. അപ്പോൾ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. കുറേ നാളായി സിനിമ കണ്ടിട്ട്. പിന്നെ ഫ്രണ്ട്സുമായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരുമിച്ചിരുന്ന് സിനിമ കാണാൻ പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരൊക്കെ ഒരുമിച്ചിരുന്ന് സിനിമ കാണാൻ പോകാനായിട്ട്. എനിക്ക് എല്ലായിടത്തും പോകാൻ ഇഷ്ടമാണ്, ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരിടത്ത് പോകാനും എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് എപ്പോഴും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോകാനാണ് ഇഷ്ടം. ഇപ്പോൾ ഇവിടെ നിന്ന് മാത്രമല്ല, വെളിയന്നൂരാണെങ്കിൽ പോലും അവിടുത്തെ എല്ലാവരുമായിട്ട് പോകാൻ എനിക്കിഷ്ടം. അപ്പോൾ ഞങ്ങൾ കാണാൻ പോയ സിനിമ സർവ്വമായയാണ് കേട്ടോ. നല്ല സിനിമയായിരുന്നു, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നേരം വരെ ഇരുന്നപ്പോഴത്തേക്ക് ചേട്ടൻ അങ്ങ് ഉറങ്ങിപ്പോയിട്ടോ. ചേട്ടൻ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ജോലിയൊക്കെ ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ മുമ്പൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ലീവും കിട്ടുമായിരുന്നു. ഇപ്പോഴും അതുമില്ല ചേട്ടൻ. ഇപ്പോൾ ഡെയിലി ജോലിക്ക് പോയി ചേട്ടൻ ഒട്ടും വയ്യാത്തൊരവസ്ഥയാണ്. പാവ ഇരുന്ന് ഉറങ്ങി. ഞങ്ങൾ കളിയാക്കി 150 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് കയറിയിട്ട് AC ഇരുന്ന് ഉറങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കളിയാക്കി. പക്ഷേ ചേട്ടൻ്റെ അവസ്ഥ ചേട്ടനല്ലേ അറിയാമോ. പിന്നെ ബാക്കിയൊക്കെ ഇരുന്ന് കണ്ടു കേട്ടോ. ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നേ ഉള്ള സമയത്താണ് ഇരുന്ന് ഉറങ്ങിയത് ആശേ. ഇൻ്റർവെല്ലിന് ശേഷം ചേട്ടൻ ഇരുന്ന് സിനിമയൊക്കെ കണ്ടു കേട്ടോ. നല്ല ഇതായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു തന്നത് എനിക്ക് ഇങ്ങനെ ഒരുമിച്ച് പോകുന്നതാണ് ഇഷ്ടമെന്ന്. ചിലവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് എല്ലായിടത്തും പോകുന്നതായിരിക്കും ഭയങ്കര ഇഷ്ടം. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എൻ്റെ ഏതൊരു കാര്യത്തിലും എനിക്കെപ്പോഴും എൻ്റെ ഫ്രണ്ട്സോ എൻ്റെ ബന്ധുക്കളോ ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്ത് കിട്ടിയാലും അത് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടമാണ്. എവിടെ പോയാലും അവരുമായിട്ട് പോകാൻ ഇഷ്ടമാണ്. എനിക്കൊന്നും ഒറ്റയ്ക്ക് വേണമെന്നോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകണമെന്നോ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ എനിക്കില്ല. എനിക്കെപ്പോഴും ഇതുപോലെ എല്ലാവരോട്ട് പോകാനും എല്ലാവരോട്ട് ഷെയർ ചെയ്യാനും എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ സിനിമയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന്. അപ്പോൾ എബിക്ക് ഷാർജ വേണമെന്ന് പറഞ്ഞു, അശ്വനിക്കും ബീനയ്ക്കും ചായ മതി എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എന്തോ എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്തേക്കും പിന്നെ വിചാരിച്ചു എന്തായാലും ചായയല്ലേ കുടിക്കുന്നത്, നമുക്ക് വീട്ടിൽ പോയി ചായ കുടിക്കാം. ഞങ്ങളും കുറച്ച് പലഹാരങ്ങൾ വാങ്ങിക്കാം, സുമോദ് ഏട്ടനും വാങ്ങിക്കും. അപ്പോൾ അവരങ്ങ് വരും. എബിയെയും കൊണ്ട് സുമോദ് ഏട്ടൻ വരും, അശ്വിനിയും ബീനയും കൂടെ ബസ്സിൽ വരും എന്നങ്ങോട്ട് തീരുമാനിച്ചു. അപ്പോൾ എബിക്ക് ആദ്യം തന്നെ ഒരു ഷാർജയും ഒരു കേക്കും ഒക്കെ വാങ്ങിക്കൊടുത്തു. അത് ഇരുന്നപ്പോഴത്തേക്ക് സുമോദ് ഏട്ടൻ ചായയും കുടിച്ചിട്ട് വന്നു കേട്ടോ. ഇത് ഞങ്ങൾ പിന്നെ നേരെ ഗാന്ധി സ്മാരക ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ആ ഒരു ചായക്കടയിലോട്ട് വന്നു. അവിടെ നിന്ന് തന്നെ ഞാനും ചേട്ടനും പലഹാരങ്ങൾ വാങ്ങി. സുമോദ് ഏട്ടൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കുകയില്ലേ, എനിക്കുള്ള പങ്കും കൂടെ നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നു പറഞ്ഞു. ചേട്ടനും പൈസ തന്നു. അപ്പോൾ ഞങ്ങൾ വാഴയ്ക്കൊപ്പവും ഉഴുന്നും വടയൊക്കെ വാങ്ങി, നല്ല ചമ്മന്തിയായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങ് ബീനയുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അതാ അവരുടെ വീട്ടിൽ ഞാൻ മുമ്പ് ഒരു വ്ളോഗിൽ കാണിച്ച ആ ഒരു ഫ്രൂട്ട് ഒരു പക്ഷി വന്ന് കൊത്തി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന സമയത്തേക്കും ഞങ്ങൾ ചായയൊക്കെ അവിടെ നിന്ന് കുടിച്ച് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇനി കോവളത്തോട്ടൊന്നും ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലോട്ട് വന്ന് കുറേ നേരമായപ്പോൾ ടോമി വിളിച്ചു, ഞങ്ങളിത് അങ്ങോട്ട് വരുന്നുണ്ട്, എബിയെ നിർത്താൻ പറഞ്ഞു. അപ്പോൾ എബി അവരുടെ കൂടെ തന്നെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ടോമിയും മനു, റോജി, പിന്നെ ജോബിന് ഇത്രയും പേരാണ് വീട്ടിൽ വന്ന്, ഒരു 6 പേര് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും അടിച്ചു പൊളിച്ചു കുറച്ച് നേരം നിന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു ന്യൂ ഇയർ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.